Yes, Bindu Satyan, good afternoon. Sri Lakshmi, good afternoon. Ashwini, good afternoon. Yes, good afternoon, Ashwini. Okay, ആരംഭിക്കാം. Yes. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ എത്തിയത് സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും സിമ്പിൾ ഫ്യൂച്ചറിന്റെയും റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. സിമ്പിൾ പ്രസന്റ് നമ്മൾ പറഞ്ഞു ഗിവൺ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റിയെടുക്കണം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി എഴുതണം. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെ കണ്ടീഷൻ ഫോമിലേക്ക് മാറ്റി എഴുതണം. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരെണ്ണത്തിലേക്ക് നോക്കട്ടെ. യെസ്, സോ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടെക്സ്റ്റ്. ഞാനൊരു വാചകം പറയുകയാണ്. She said, I am reading newspaper. വാചകം ഇതാണ്. She said, അവൾ പറഞ്ഞു, I am reading newspaper. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണ്. ഇത് നമ്മൾ നോക്കുന്നത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം I am reading newspaper എന്നുള്ളത് ഏത് ടെൻസ് ആയിട്ട് വരും? നമ്മൾ പറഞ്ഞിട്ടുള്ള ടെൻസിന്റെ ഫോമിൽ ഏത് ടെൻസിന്റെ ഫോമായിട്ട് വരും ഐ ആം റീഡിങ് ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ? ആർക്കെങ്കിലും പറയാമോ? സിമ്പിൾ പ്രസന്റ് അല്ല ശ്രീലക്ഷ്മി. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസും ആണ്. ഓക്കെ കാവ്യ, വെരി ഗുഡ്. ഓക്കെ ശ്രീലക്ഷ്മി, കറക്റ്റ്. വെരി ഗുഡ് കാവ്യ. ശ്രീലക്ഷ്മി ശരിയാണ്. പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയാൻ കാരണം സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ്, ഐച്ച്. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. നമ്മളിവിടെ നോക്കി സബ്ജക്റ്റിന് ഐ ഉണ്ട്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറില് ആം ഉണ്ട്, വെർബ് റീഡ്, അതിന്റെ കൂടെ എന്തുണ്ട്? ഐ എൻ ജി ഉണ്ട്, റീഡിങ്. അപ്പൊ ഇതെന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റേണ്ടത് കൂടെയാണ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കണം. സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ഐ ജി അങ്ങോട്ട് മാറ്റണം. യെസ്. അപ്പൊ ഇപ്പൊ നാലെണ്ണം നമ്മൾ പറഞ്ഞു. ആ നാലും കൂടി ഞാൻ പറയുകയാണ്. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം, സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം, സിമ്പിൾ ഫ്യൂച്ചർ കണ്ടീഷൻ ഫോമിലേക്ക് മാറ്റണം. ഇപ്പൊ പറഞ്ഞ പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ അങ്ങോട്ട് മാറ്റണം, പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ എന്ത് വരും? ഷീ ടോൾഡ് ദാറ്റ്. എന്ന് പറഞ്ഞ ഷീ തന്നെയല്ലേ? ഷീ ടോൾഡ് ദാറ്റ് ഷീ വാസ് റീഡിങ് ന്യൂസ് പേപ്പർ. ഷീ വാസ് റീഡിങ് ന്യൂസ് പേപ്പർ. സിമ്പിൾ അല്ലേ? ആ ടെൻസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഏത് ടെൻസിലേക്കാണ് നമ്മൾ മാറ്റേണ്ടതെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, പിടികിട്ടിയല്ലോ? ഓക്കെ, ശരി, കറക്റ്റ് ആണ്. ഷീ വാസ് റീഡിങ് ന്യൂസ് പേപ്പർ. കറക്റ്റ്. ഞാൻ വേറെ ഒന്ന് രണ്ട് വാചകം പറയാം, നിങ്ങൾക്ക് പറ്റുമെന്ന് നോക്കാം ചെയ്യാനായിട്ട്. വാചകം ഇതാണ്. He said, the boy is playing, playing. The boy is playing. Yes. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. പറ്റുന്ന നോക്കി.
Yes, Kavya, correct. Yes, actually correct. Arda. She said. She said. I am hoping, Hoping, hoping to meet him. I am hoping to meet MEET, meet him. I am hoping to meet him. Yes. Yes, Kavya, very good. Actually, very good. Okay, Bindu Satya, correct. Okay, ഞാൻ വളരെ എളുപ്പമുള്ള ടൈപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. വേറൊന്നിലേക്ക് ഇൻവെർട്ടഡ് കോമയിൽ ആരംഭിക്കും. ഇൻവെർട്ടഡ് കോമയിൽ why are you going on going on strike 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 ഒന്നുകൂടി പറയാം. why are you going on strike? ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യും. Yes. Inverted comma close ചെയ്യുമ്പോൾ question mark ഇട്ടേ. Yes. Here we go. The reporter 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 said. അപ്പോൾ റിപ്പോർട്ടർ ചോദിച്ചു why are you going on strike? നിങ്ങൾ എന്തുകൊണ്ടാണ് സമരം തുടരുന്നത്? Okay. Why they are going on strike?
യെസ് ലക്ഷ്മി ആസ്ക് നടക്കാം ഇതിപ്പോ ഒന്ന് ചോദിക്കില്ല അപ്പൊ ടോൾഡ് എന്നുള്ളതിന് പകരം ആസ്ക് നടക്കാം വെരി ഗുഡ് വെരി ഗുഡ് യെസ് ഞാൻ ഒന്നുകൂടി പറയാൻ ആൻസർ ദ റിപ്പോർട്ടർ ആസ്ക്ഡ് why they were going on strike. Why? ആറല്ല ആറ് ഈസാമാർ എന്നുള്ളത് വാസനയ്ക്ക് വേറെ why they were going on strike. They were വേറാണ് ആറല്ല യെസ് അടുത്തത് the teacher said ഇനി ഇവിടെ കോമെന്റ് എഴുതുക whose book is this? Whose book is this? Question mark. ഇനി ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം whose book is this? ഇത് ആരുടെ പുസ്തകമാണ് ദിസ് എന്നുള്ളത് ഇറ്റ് നാറ്റിക്കോ ചെറിയൊന്ന് ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കുന്നത് നിങ്ങളുടെ കൂടെ മാറ്റിയിട്ടാണ് ആ വാസ ശ്രീലക്ഷ്മി ലാസ്റ്റ് പറഞ്ഞു നോക്കി എന്നിട്ടൊന്ന് പറഞ്ഞു നോക്കി കുറച്ചുകൂടി ഭംഗിയാണ് തന്നെ യെസ് ഓക്കെ വെരി ഗുഡ് വെരി ശ്രീലക്ഷ്മി ഓക്കെ ശ്രീ whose book it was? Okay, whose book it was? അപ്പൊ നമുക്ക് പറയാം the teacher asked whose book it was. Okay, Bindu Satya, very good, very good, very good. Yes. Why are you late? Why are you late? LAT. എന്താണ് താമസിച്ചത് അതേ ഇൻവെർട്ടർ കോമഡ് അകത്തില്ല അതേ ഇൻവെർട്ടർ കോമഡ് അകത്തില്ല വൈ ആർ യു ലേറ്റ് എന്നിട്ട് എഴുതുക മദർ ആസ്ക്ഡ് മീ മദർ ആസ്ക്ഡ് മീ
Yes. Okay, Gavya. Very good. Okay, Srishmi. Okay, Bindu Sajjan. Okay, where are number here? He said. He said. What a delightful 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 performance. What a delightful performance. What close. Yes. He said, what a delightful performance. Yes. Ask about പറയാം ഒഴിവാക്കാം എന്ത് രീതിയിൽ ചെയ്യാം ഒരു വെരി ചേർത്ത് നമുക്ക് പറയാം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം എക്സ്ക്ലെയിംഡ് എന്നാണ് ഒരു വെരിയും കൂടി ചേർത്ത് വരും നമുക്ക് ആ എക്സ്ക്ലമേഷൻ മാർക്കില്ലേ അതിന് വേണ്ടിയിട്ട് ഒരു വെരിയും കൂടി അതിനകത്ത് ചേർത്ത് വരും ബിന്ദു. ഓക്കെ അപ്പൊ ഇവിടെ നോക്കിയേ ഹി സെറ്റ് വാട്ട് എ ഡിലൈറ്റ്ഫുൾ പെർഫോമൻസ്. അതിന് കൂടുതൽ വാക്കും കൂടി ഉണ്ട് അത് അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിക്കണം. എന്താണത്? ഇറ്റ് ഈസ് വാട്ട് എ ഡിലൈറ്റ്ഫുൾ പെർഫോമൻസ് ഇറ്റ് ഈസ്. ഇറ്റ് ഈസ് അവിടെ ഇന്ന് വിചാരിക്കണം എന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇറ്റ് ഈസ് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ നമുക്ക് പറയാം he said that it was very delightful performance. Like he told that it was very delightful performance. ആ വെരി എന്നുള്ളത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എക്സ്ക്ലെയിംഡ് പറഞ്ഞാൽ ശരിയാണ്. he exclaimed വാട്ട് എന്ന് പറയുന്നത് എന്തൊരു എക്സ്ക്ലമേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ക്ലെയിംഡ് അല്ലെങ്കിൽ വെരി നമ്മൾ ചേർക്കുന്നത്. യെസ്. ഇനി ഈ ടെൻസുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നിരുന്നാലും നിങ്ങളുടെ വിവേചന ബുദ്ധി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. യെസ്. ഇവിടെ കോമ്പനി എഴുതിക്കോ. ഗുഡ് ബൈ, ഗുഡ് ബൈ, ഗുഡ് ബൈ, GOODBY, ഗുഡ് ബൈ, കോമ രാം, RIM, രാം. അടുത്ത ഇൻവെർട്ടർ കോമയുടെ അകത്ത്, ഇൻവെർട്ടർ കോമയുടെ അകത്ത് she said, she said. Yes. അതാണ് ഇപ്പോൾ സ്പീച്ച് പറയുന്നത്. ഗുഡ് ബൈ രാം, she said.
ഓക്കെ അശ്വതി, ഒന്നും കൂടെ ഒന്ന് എഡിറ്റ് ചെയ്യാം, ഭംഗിയാക്കാം. യെസ്, വേറെ ആദ്യം വന്നില്ല. ഇപ്പൊ നമുക്ക് ഗുഡ് ബൈ ടു രാം. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാം കാവ്യ. യെസ്, അപ്പൊ ഓക്കെ, നോക്കിയേ, അവൾ പറഞ്ഞു രാം ഗുഡ് ബൈ. രാമിനോടാണ് പറഞ്ഞത് ഗുഡ് ബൈ എന്ന്. അത് കേട്ട ആള് പിന്നീട് എന്ത് പറയുമ്പോ എങ്ങനെ പറയും? അവള് രാമിനോട് ഗുഡ് ബൈ പറഞ്ഞു. യെസ്, അപ്പൊ ആ ഗുഡ് ബൈ പറയുന്ന സ്ഥലത്ത് ഉപയോഗിക്കാവുന്നത് വേർഡ് ടോൾഡ് എന്നല്ല, വിഡ്, BID, വിഡ്, യാത്ര പറയുന്നു. അപ്പൊ ഷീ ബിഡ് ഗുഡ് ബൈ, ടോൾഡ് മാറ്റിയിട്ട് ബിഡ് എന്നർത്ഥം. അടുത്തത് ശ്രദ്ധിച്ച് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. ഐസെറ്റ്, ഐസെറ്റ്. ഓക്കെ, ഹാപ്പി ഓണം.
യെസ്, ഐ വിഷ് ഒന്നുകൂടി എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഹാപ്പി ഓണം ടു യു ടു. യെസ്, എഡിറ്റ് ചെയ്യാനുണ്ട് അശ്വതി. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തോട്ട് വരാം. ഹാപ്പി ഓണം. ഞാൻ പറയുന്നു, ഞാനിത് പറയുന്നത് ആരോടായിരിക്കും? ഏതെങ്കിലും ഒരു വ്യക്തിയോടല്ലേ പറയാ. അത് വേണമെങ്കിൽ ഒരു പെൺകുട്ടിയാവാം, അല്ലെങ്കിൽ ആൺകുട്ടിയാവാം. യെസ്, അപ്പൊ അത് ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ് വിചാരിക്കുക. വെറുതെ ഹാപ്പി ഓണം ഞാൻ പറയില്ല, ഞാൻ ഏതെങ്കിലും ആളോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഹി ഓർ ഷീ അതിനിടയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അത് വിചാരിച്ചിട്ട് നമുക്ക് എന്താ പറയാ, ഐ സെഡ് എന്നുള്ള പകരം ഇത് ആശംസയല്ലേ. അപ്പൊ നമുക്ക് പറയാം ഐ വിഷ്ഡ്. ഐ വിഷ്ഡ്. എന്നിട്ടൊരു വാക്ക് നമുക്ക് കയ്യിൽ നിന്ന് ചേർക്കുക. ഒന്നില്ലെങ്കിൽ ഹിം ചേർക്കുക, അല്ലെങ്കിൽ ഹെയർ ചേർക്കുക. നമ്മൾ ആരോടെങ്കിലും ആയിരിക്കും പറയുന്നത്. യെസ്, ഐ വിഷ്ഡ് ഹിം, അല്ലെങ്കിൽ ഐ വിഷ്ഡ് ഹെർ ഹാപ്പി. യെസ്, ഇതായാലും കറക്റ്റ് ആണ്. നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളോട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. യെസ്, ഓക്കെ കാവ്യ. യെസ്, ഐ വിഷ്ഡ് ദം ഹാപ്പി ഓണം. അടുത്തത് ഇൻവെർട്ടഡ് കോമയിൽ എന്താ? വെൽക്കം. WELCOME, വെൽക്കം. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് she said. She said. ഓക്കെ കാവ്യ, ആ ഹെയർ അഡീഷണൽ ചേർത്താണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓ ശരി, അത് എഡിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ശ്രീലക്ഷ്മി, വെരി ഗുഡ്, വെരി ഗുഡ്. ഹിമ്മ് വരാം, ഹെയർ വരാം, വേറെ ഒന്നുകൂടി വരാൻ്റെ അത് അവളല്ലേ പറയുന്നത്. ഓക്കെ ബിന്ദു സത്യൻ. അപ്പൊ നമുക്ക് നമ്മളെ വേണമെങ്കിൽ ചെയ്യാലോ, വെൽക്കം ചെയ്യാലോ. എന്നെ വേണമെങ്കിൽ വെൽക്കം ചെയ്യാലോ. എന്നെ, അവള് എന്നെ. അപ്പൊ മീന്ന് വരാം, അസുന്ന് വരാം. യെസ്, രണ്ടും കണക്കാണ്, രണ്ടും ശരിയാണ്. യെസ്, ഒന്നുകൂടി ചുമ്മാ ഇതേപോലെ എന്താ ഇൻവെർട്ടഡ് കോമയിലായിരിക്കും. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ്. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. She said. യെസ്, ഓക്കെ ഓക്കെ. അതായത് ഇപ്പൊ പുതിയതല്ലേ പറഞ്ഞത്, കൺഗ്രാറ്റുലേഷൻസ് ഷീ സെഡ്, അതാണ് പുതിയത് പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞത് വെൽക്കം. വെൽക്കം എന്ന് പറയുമ്പോൾ അവൾ പറയുന്നത് ആരോടെങ്കിലും പറയുന്നത്. യെസ്, യു ആർ വെൽക്കം എന്ന് പറയാം. ഓക്കെ ഓക്കെ.
Okay, Srishmi? Yes, very good, Kavya. Yes. Okay, Srishmi. Yes, Ashwini, Shakila, congratulated. Okay, Bindu Satyan. Yes, അപ്പൊ നിങ്ങൾ ഈ ഒരു ടെൻഷൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ അർച്ചന, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റിലേക്ക്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്, സിമ്പിൾ ഫ്യൂച്ചർ, കണ്ടീഷണൽ ഫോമിലേക്ക്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. Yes. ഞാൻ ഈ കുറച്ച് സിമ്പിൾ ആയ കാര്യങ്ങൾ ചോദിക്കാം, ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതിന്റെ വൺ വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. യെസ്, ഇതിൻ്റെ അത് അക്ഷരങ്ങളൊന്നും തന്നെയില്ല, വൺ വേർഡ്. മീനിങ് എടുക്കാൻ പറയുമ്പോൾ save to eat, save to eat, അതിന്റെ വൺ വേർഡ് ഏതാണ്? ഹെൽത്തി അല്ല, വേറൊരു വേർഡ്. സേഫ് ടു ഈറ്റ്, ഹെൽത്തി അല്ല, വേറൊരു വേർഡ്. സേഫ് ടു ഈറ്റ് എന്ന് പറഞ്ഞാല് തിന്നാൻ കുഴപ്പമില്ലാത്തത്. എന്ന് നമ്മൾ വേറെ പേര് പറയില്ലേ? ഗുഡ് അല്ല, വേറെ വേർഡുണ്ട്, ഈ വെച്ചിട്ടൊരു വേർഡുണ്ട്, ഈ. കാവ്യ is the correct one. കാവ്യ, കാവ്യ, അശ്വതി, ബിന്ദു സത്യൻ. കാവ്യ, അശ്വതി, ബിന്ദു സത്യൻ. യെസ്, ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ ഇതേപോലെ മീനിങ് പറയും, നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞത് സേഫ് ടു ഈറ്റ്, എഡിബിൾ, ഈറ്റില്ല. യെസ്, അതുപോലെ അടുത്തതാണ് സേഫ് ടു ഡ്രിങ്ക്, DRINK, സേഫ് ടു ഡ്രിങ്ക്. Safe to drink. യെസ്, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളതെന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പറയുന്ന ആളാണ് കാവ്യ. കാവ്യ, സേഫ് ടു ഡ്രിങ്ക്. ഞാൻ ക്ലൂ തരാം, പി ആണ് ആദ്യത്തെ, പി. സേഫ് ടു ഡ്രിങ്ക്. Nobody? കാവ്യ, പ്യുവർ അല്ല. ഐശ്വര്യ, ഐശ്വര്യ, ഇറ്റ്സ് കറക്റ്റ് ആൻസർ. ഐശ്വര്യ, വെരി ഗുഡ്.
അശ്വതിക്ക് അവിടുന്ന് കിട്ടിയത് പ്രധാനപ്പെട്ടത് അശ്വതി, ശ്രീലക്ഷ്മി, ബിന്ദു സത്യ. ശ്രീലക്ഷ്മി ആൻഡ് ബിന്ദു സത്യ പോർട്ടബിൾ. കറക്റ്റ് ആൻസർ. അടുത്തത് സേഫ് എന്നുള്ള വേർഡ് മാറ്റിയൊന്ന് ഈസി എന്നായിരിക്കും. ഈസി ടു സീ. ഈസി ടു സീ. SEEC. ശ്രീലക്ഷ്മി, ബിന്ദു സത്യൻ, ഷക്കീല. ശ്രീലക്ഷ്മി, ബിന്ദു സത്യൻ, ഷക്കീല. കറക്റ്റ് ആൻസർ എന്താ? ദാറ്റ് ഈസ് കോൾഡ് വിസിബിൾ. കാണാൻ പറ്റുന്നത്. അടുത്തത് ഈസി ടു ഹിയർ. HEIR. ഹിയർ. കേൾക്കുക. ഈസി ടു ഹിയർ. വെരി ഗുഡ് ശ്രീലക്ഷ്മി, കാവ്യ, പത്മശ്രീ. ശ്രീലക്ഷ്മി, കാവ്യ ആൻഡ് പത്മശ്രീ. ഓക്കെ, കറക്റ്റ് ആണ്. ഓഡിബിൾ. ഓഡിബിൾ. കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ. അടുത്തത് ഈസി ടു റീഡ്. READ. റീഡ്. ഈസി ടു റീഡ്. ഈസി ടു റീഡ്. റീഡബിൾ അല്ല, വേറെ ഒരു വാക്കുണ്ട്. നമ്മളത് കളിയാക്കി പറയുന്നത് റീഡബിൾ, തിന്നബിൾ എന്നൊക്കെ പറയില്ല. അതൊക്കെ അങ്ങനെ പറയുന്നതാണ്. അത് വേറെ വേർഡുണ്ട്. മോശം കയ്യക്ഷരം എഴുതുന്ന ആ പേപ്പർ നോക്കിയിട്ട് ഈ വാക്ക് നമ്മൾ പറയാറുണ്ട്. വെരി ഗുഡ് കാവ്യ. കറക്റ്റ്. കാവ്യ, ബിന്ദു സത്യൻ, കേറില്ല അല്ലെ? യെസ്. അശ്വതി. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. യെസ്. ലെജിബിൾ ആണ്. ലെജിബിൾ ആ പേരാണ്. വായിക്കാൻ പറ്റുന്നതെങ്കിൽ ലെജിബിൾ. യെസ്. അടുത്തത് ഈസി എന്നുള്ള വേർഡ് ഞാൻ മാറ്റുകയാണ്. വേറൊരു വേർഡ് അവിടെ ഉപയോഗിക്കാണ്. ക്യാൻ ബി. ക്യാൻ ബി. ക്യാൻ ബി ടച്ച്ഡ്. TOUCHED. ക്യാൻ ബി ടച്ച്ഡ്. തൊടാൻ പറ്റാവുന്ന അർത്ഥത്തിലാണ് ക്യാൻ ബി ടച്ച്ഡ്. Can be touched. Kavya? Yes. Food. തീ വെച്ചിട്ട് തന്നെയാണ് ആ വീട്. തീ വെച്ചിട്ടാണ് വീട് ആരംഭിക്കുന്നത്. യെസ് അശ്വതി. വെരി ഗുഡ് അശ്വതി. ശ്രീലക്ഷ്മി, ബിന്ദു സത്യ. ശ്രീലക്ഷ്മി ആൻഡ് ബിന്ദു സത്യ. കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ. അടുത്തത് ക്യാൻ ബി ടച്ച്ഡ് എന്നുള്ളതിന് പകരം ക്യാൻ ബി മെഷേർഡ്.
ASURED. Can be measured. Can be measured. അതല്ല ശ്രീലക്ഷ്മി, അതല്ല. മെഷറബിൾ അല്ല. വേറൊരു വേർഡുണ്ട്. ഡിറ്റർമിൻഡ് അല്ല, അത് നിശ്ചയദാർഢ്യം അങ്ങനെ പോകുന്നു, അതല്ല. വേറൊരു വേർഡ്. അളവ് എന്നൊക്കെ പറഞ്ഞ പേജില് ഒക്കെ വരാവുന്ന മെഷേർഡ് അല്ല ഷക്കീല. അശ്വതി, അതിനോട് അത് ആ വാക്കാണ് തൊടുക്കുന്നത്, അതല്ല. പക്ഷെ അശ്വതി ഞാൻ പരിഗണിക്കാം. ആരും കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ അശ്വതിനെ പരിഗണിക്കാം. അതല്ല, അങ്ങനെയല്ല ഷക്കീല, ക്വാളിറ്റി അല്ല. അശ്വതി പറഞ്ഞ പേര് വെച്ചിട്ടാണ് തുടങ്ങുന്നത്, പക്ഷെ അത് ക്യൂവിലാണ് ആരംഭിക്കുന്നത്. ക്യൂവിലാണ് ഫസ്റ്റ് ലെറ്റർ. ഇപ്പൊ പരിഗണിക്കാം അശ്വതി. അതല്ല വീട്, ഇന്നലെ ഏതാണ്ട് എന്നോട് ശരിയായിട്ടുണ്ട്. യെസ് അശ്വതി. ഓക്കെ, അപ്പോ വേറെ ആരും ഇല്ലാത്തത് അശ്വതിക്ക് മാത്രം പോയി. ക്വാണ്ടിഫയബിൾ എന്നാണ് കേട്ടോ. QUANTIFIABL. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാല് അളവെന്നല്ലേ. ഓക്കെ. അടുത്തത്, that can be carried. 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 That can be carried. CARRIED. ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. വീടുകളിലും പല സ്ഥലത്ത് പല ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്. ക്യാരിയർ അല്ല, ദാറ്റ് ക്യാൻ ബി ക്യാരിയഡ് എന്ന് വെച്ചാല് കൊണ്ടു നടക്കാൻ പറ്റുന്ന അർത്ഥത്തിലാണ്. യെസ് അശ്വതി, കറക്റ്റ്. അശ്വതി, ശ്രീലക്ഷ്മി, ഷക്കീല. അശ്വതി, ശ്രീലക്ഷ്മി, ഷക്കീല. പോർട്ടബിൾ എപ്പോഴും നമുക്ക് ഉപയോഗിക്കുന്ന വാക്കില്ല. ഈ സംഗതി പോർട്ടബിൾ ആണെന്ന് ചോദിക്കാറില്ല, കൊണ്ടു നടക്കാൻ പറ്റുന്ന സംഗതിയാണെന്ന് ചോദിക്കാറില്ല. ദാറ്റ് ക്യാൻ ബി ക്യാരിഡ്. അടുത്തത്, that can be counted. COUNTED. that can be counted. That can be counted. Yes Ashwati, very good. Ashwati, Kavya, Srilakshmi. Ashwati, Kavya and Srilakshmi. Yes, that's correct. Counted, countable. Yes. അടുത്തത്, that can be understood. That can be understood. Understandable അല്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഇംഗ്ലീഷ് പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചിലപ്പോൾ ഈ വേർഡുകളൊക്കെ വന്നു പോയിട്ടുണ്ടാവും. Yes Ashwati, very good. Ashwati,
യെസ്, അശ്വതി മാത്രമേ ഉള്ളൂ അല്ലേ? വെരി ഗുഡ്. യെസ്, കോംപ്രഹെൻസിബിൾ. കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞ വേർഡ്, സംഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. യെസ്. അടുത്തത്, ദാറ്റ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. MAINTAINED. That can be maintained. That can be maintained. Capable actually. Stable അല്ല ശ്രീലക്ഷ്മി, ആ വഴിക്കൊക്കെ പോകും. Yes, that can be maintained. MAINTAINED. That can be maintained. സപ്പോർട്ട് അല്ല ശ്രീ, ഏതായാലും എസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അത് ഞാൻ പറഞ്ഞില്ല എന്നാണ്. എസ് ആണ് ഫസ്റ്റ്. യെസ്, വെരി ഗുഡ് ഫരീദ. ഓ, എവിടെ നിന്ന് വന്ന? ഫരീദ, ശ്രീലക്ഷ്മി, ബിന്ദു സത്യൻ. ഫരീദ, ശ്രീലക്ഷ്മി ആൻഡ് ബിന്ദു സത്യൻ. സസ്റ്റൈനബിൾ, അതാണ് കറക്റ്റ് വേർഡ്. സസ്റ്റൈനബിൾ. സസ്റ്റൈനൊക്കെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത്, ദാറ്റ് ക്യാൻ ബി ഡൺ. DONE. Done. That can be done. That can be done. പോസിബിൾ അല്ല, വേറൊരു വേർഡ് ഉണ്ട്. പോസിബിൾ സാധ്യമായി എന്നുള്ള അർത്ഥത്തിലാണ്. കംപ്ലീറ്റ് അല്ല ശരി, വേറൊരു വേർഡ് ഉണ്ട്. That can be done. ഞാൻ ഉപയോഗിക്കാറില്ല, വളരെ ആൾക്കാരെ വളരെ കുറച്ച് ഉപയോഗിച്ച്. ഫീസിബിൾ അല്ല, വേറൊരു വേർഡ്. അച്ചീവബിൾ അല്ല, വേറൊരു വേർഡ്. പ്രെഡിക്റ്റബിൾ, ഇങ്ങനെ മുൻകൂട്ടി കാണാവുന്ന എന്നാണ്. യെസ്, ഡി വെച്ചിട്ട് തന്നെ ആരംഭിക്കുന്നത്. ഡി. പൊട്ടൻഷ്യൽ അല്ല, ഡി വെച്ചിട്ട് തന്നെ വരുന്നൊരു പേര്. That can be done. Yes, ഫരീദ, correct answer. ഓ, ഫരീദ ഞങ്ങളൊക്കെ പോയിക്കൊണ്ടുവന്നത്. ഫരീദ, അശ്വതി, ബിന്ദു സത്യൻ. ഫരീദ, അശ്വതി ആൻഡ് ബിന്ദു സത്യൻ. Doable. Correct answer. Correct answer. അടുത്തത്, that can be followed. FOLLOWED. That can be followed. Obeyed അല്ല, obeyed അല്ല. That can be followed. വേറൊരു വേർഡ്. That can be followed. ഫരീദ, ആക്ച്വലി ആ വഴിക്ക് പോയിട്ടുണ്ട്. ടീ വെച്ചിട്ടാണ് തുടങ്ങുന്നത്, അതല്ല. പടം വരയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ഈ വേർഡ് ചിലപ്പോൾ ഉപയോഗിച്ചു പോകാറുണ്ട്.
D അല്ല ഫരീദ, T T T T. Yes, Padmasri. Padmasri, Srilashmi, Ashwini. Padmasri, Srilashmi and Ashwini. Traceable എന്നല്ല, ട്രേസബിൾ എന്നാണ്. യെസ്, പക്ഷെ ആ ട്രേസബിളിനെയും ഞാൻ പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പോ ആ മോഡൽ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. യെസ്, അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തില് വേണ്ടത് നിങ്ങൾ പറയുന്ന ആൻസറിന്റെ അകത്ത് 2 T ഉണ്ടാവും. ടി ടി ഇത് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്, അതിന്റെ ബാലൻസ് ആണ്. ഞാൻ പിന്നീട് ചോദിക്കാൻ വിട്ടുപോയതാണ്. ടി ടി 2 T ഉണ്ടാവും. യെസ്, 2 T വന്നു. ആൻസർ 2 T വന്നു. ഓക്കെ, ചോദ്യം ഇതാണ്. എ പെർമനന്റ് ഡ്രോയിങ് ഓൺ യുവർ സ്കിൻ. A permanent drawing. Farida, Srilashmi, Bindu Satya. Farida, Srilashmi and Bindu Satya. Okay, okay. Putting it here, അതുകൊണ്ടാണ് ഞാൻ വളരെ എളുപ്പമുള്ള ആദ്യം ചോദിച്ചത്. 2 T എല്ലാത്തിലും ടാറ്റൂല് കറക്റ്റ് ആൻസർ ആണ്. 2 T. യെസ്, യെസ്. അത് ചോദ്യത്തിന്റെ ലെങ്ത് ആണ്, ശ്രദ്ധിച്ചത്. Means of raising money by selling numbered tickets and giving prizes to the holders of the numbers drawn at random. Kavya, Srilashmi, Bindu Satya. Kavya, Srilashmi, Bindu Satya. ഇത് പറഞ്ഞു വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ലോട്ടറി ആണെന്നുള്ള കാര്യം അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് എ സിലിണ്ടറിക്കൽ പവർ സോഴ്സ്. എ സിലിണ്ടറിക്കൽ പവർ സോഴ്സ്. A cylindrical power source. അതിനകത്ത് 2 T വന്നില്ല ശ്രീലക്ഷ്മി. T 2 ഉണ്ട്, പക്ഷെ 2 സ്ഥലത്താണ്. പക്ഷെ 2 സ്ഥലത്താണ് അടുത്തടുത്ത്. യെസ്, കാവ്യ, വെരി ഗുഡ്. കാവ്യ, ബിൻസി, അശ്വതി. കാവ്യ, ബിൻസി ഇന്നത്തെ നേരം കണ്ടില്ലല്ലോ. ബിൻസി, അശ്വതി. യെസ്, ഓക്കെ 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 ഓക്കെ. ബിന്ദു ഉണ്ട്, ബിന്ദു സത്യ, വെരി ഗുഡ്. യെസ്, സിലിണ്ടർ പോലെ ആകൃതിയിലല്ലേ നമ്മുടെ ബാറ്ററി, അതാണ് സിലിണ്ടറിക്കൽ പവർ സോഴ്സ് എന്ന് പറയുന്നത്. യെസ്, അടുത്തത് ഷൈനി പൗഡർ. ഷൈനി പൗഡർ. ശ്രീലക്ഷ്മി, ഫരീദ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരാൾ കൂടി ഉണ്ടായില്ല. ശ്രീലക്ഷ്മിക്ക് ഫരീദയ്ക്ക് ഇടയിലുണ്ടായ കറക്റ്റ് ആൻസർ അശ്വതിയാണ്. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് ഗ്ലിറ്റർ. യെസ്, ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. എ പ്ലേസ് വെയർ, വെയർ ക്ലേ, CLAY, clay ware, WARE, clay ware is made. A place where clay ware is made. Srilakshmi, correct answer. Srilakshmi, Bindu Satyan, Ashwini. Srilakshmi, Bindu Satyan and Ashwini.
Very good, very good, very good. Okay. അപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്ന് വൻപിച്ച പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്. യെസ്, ഓക്കെ. അപ്പൊ ബിൻസി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഷക്കീല 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പത്മശ്രീക്കും 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഫരീദക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കാവ്യക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ബിന്ദു സത്യന് 3ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ശ്രീലക്ഷ്മിക്ക് 2ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മിക്ക് 12 പോയിന്റ്, 1 പോയിന്റോട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു പോയിന്റ് 12 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അശ്വതി 1ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോ അശ്വതിക്ക് 1 പോയിന്റോട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 13 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, we will meet in the next class with next tense. Okay, bye. Okay. Okay.